സ്വാതന്ത്ര്യദിനാഘോഷം കണക്കിലെടുത്ത രാജ്യതലസ്ഥാനത്ത് അതീവ സുരക്ഷ. വിവിധ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ ക്രമീകരിച്ചത്. പോലീസും കേന്ദ്രസേനയുമടക്കം 20,000-ഓളം സേനാംഗങ്ങളെ ഡൽഹിയിൽ വിന്യസിച്ചു. വിവരങ്ങളുമായി TS ആദർശ് ചേരുകയാണ്. ആദർശ, വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സ്വാതന്ത്ര്യദിനാഘോഷം. അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്? എങ്ങനെയാണ് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്? അശ്വതി, സ്വാതന്ത്ര്യ ദിനാഘോഷം അട്ടിമറിക്കുവാൻ ചില ഭീകരവാദ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നീക്കം നടക്കുന്നു എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ടാണ് രാജ്യതലസ്ഥാനത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചെങ്കോട്ടയിലടക്കം പലയിടങ്ങളിലും വലിയ സുരക്ഷാ പരിശോധനകളാണ് നടത്തുന്നത്. ചില പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്നാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം അട്ടിമറിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം വിവരം കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പോലീസ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തുകയും കർശന പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ചില കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിന്റെ മറവിൽ ഖാലിസ്ഥാൻ സംഘടനകളും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം അട്ടിമറിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ചില വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുന്നത്. ഏകദേശം 20,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഈ രാജ്യതലസ്ഥാനത്ത് നിയോഗിച്ചിട്ടുള്ളത്. CRPF-ഉം ഡൽഹി പോലീസും സംയുക്തമായിട്ടാണ് ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നത്. നേരത്തെ പിടിയിലായ ചില ഭീകരരിൽ നിന്നും രാജ്യതലസ്ഥാനത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില സ്ഥലങ്ങളുടെ ചിത്രങ്ങളടക്കമുള്ള വിവരങ്ങൾ ചില ഭീകരവാദ സംഘടനകൾക്ക് കൈമാറി എന്നുള്ള വിവരം ഡൽഹി പോലീസിന് ലഭിച്ചിരുന്നു. ഒപ്പം തന്നെയാണ് ഈ ഖാലിസ്ഥാൻ സംഘടനകളുമായി ബന്ധമുള്ള ചിലരെ പഞ്ചാബ് പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷം അട്ടിമറിക്കുവാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് പോലീസ്. വ്യക്തമാണ്.